എത്തുമ്പടിയില്ല, അതും എത്തുമ്പടിയില്ല. ഇനി ഞാൻ എന്താക്കണം? കടലിൽ പോയിട്ട് മുങ്ങണോ, മുങ്ങിട്ട് ചാവണോ, എന്ത് എനിക്ക് അറിയുന്നില്ല. അറിഞ്ഞില്ല, ആ സ്ഥിതിയിലുണ്ട് എന്റെ മോനും. ഞാൻ എന്താക്കും? ജീവിക്കാനൊരു ഭയമില്ല. ജീവിക്കണ്ടേ, ജീവിതം ജീവിച്ചു തീർക്കണ്ടേ? ഒരു ഭയമില്ല ജീവിക്കാൻ. എന്റെ കഥ ഇങ്ങനെ ആയിപ്പോയി. അസ്സലാമു അലൈക്കും. ചില നിസ്സാര ശ്രദ്ധക്കുറവുകൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ നഷ്ടങ്ങളും അതുപോലെ തന്നെ മാറ്റങ്ങളും വരുത്തി വെച്ചേക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു വാർത്തയാണ് കാസർഗോഡ് നിന്നും പുറത്തു വരുന്നത്. 24 വയസ്സുള്ള ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ 2 കാലുകളും ഇപ്പോൾ നഷ്ടമായിരിക്കുന്നു. കാസർഗോഡ് നിന്നുള്ള അർഷാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കാസർഗോഡ് നിന്നും എറണാകുളത്തേക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് യാത്ര പോകുന്നിടത്ത് അദ്ദേഹത്തോട് ഉറങ്ങിപ്പോവുകയാണ്. ഇറങ്ങേണ്ട സ്റ്റേഷൻ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മാരാരിക്കുളത്ത് എത്തിയ സമയത്ത് പെട്ടെന്ന് തന്നെ ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങാൻ തുനിയുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ 2 കാലുകളും അപകടത്തിൽപ്പെടുകയാണ്. ഇന്നത്തെ ഉച്ചത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ 2 കാലുകളും മുറിച്ചു മാറ്റുന്നു. വലത്തെ കാല് തുടയുടെ താഴെ വെച്ചും അതുപോലെ തന്നെ ഇടത്തെ കാല് മുട്ടിൻ്റെ താഴെ വെച്ച് മുറിച്ചു മാറ്റേണ്ടി വരുന്ന ദാരുണമായ ഒരു സംഭവം ഇന്ന് കേരളത്തിൽ നടന്നു. വളരെ സങ്കടം നിറഞ്ഞ ഒരു കാഴ്ച തന്നെയാണ്. കാരണം ഈ അർഷാദ് എന്ന് പറയുന്ന മനുഷ്യനെ കാത്തുകൊണ്ട് 66 വയസ്സ് പ്രായമുള്ള ആയിഷ ഉമ്മ എന്ന് പറയുന്ന ഒരു ഉമ്മ അവൻ്റെ വീട്ടിൽ കാത്തിരിപ്പുണ്ട്. കാരണം ആ ഉമ്മയ്ക്ക് ഭർത്താവോ അതുപോലെ തന്നെ മറ്റ് കുടുംബക്കാരോ ആരും തന്നെ ഇല്ല. അതുപോലെ തന്നെ ദൈനംദിന ചിലവുകൾ നടത്താൻ വേണ്ടി വയ്യോരത്ത് തോർത്ത് കച്ചവടം ചെയ്യുന്ന ഒരു ഉമ്മയാണ് ഈ ആയിഷ ഉമ്മ എന്ന് പറയുന്നത്. ഈ മോന് അപകടം പറ്റിയതിനു ശേഷം അവൻ്റെ പേഴ്സിൽ നിന്ന് കിട്ടിയ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് അന്വേഷിച്ചിട്ടാണ് ഈ വിവരങ്ങൾ ഉമ്മയെ അറിയിച്ചത്. ആ ഉമ്മ വളരെ സങ്കടപ്പാടിലാണ്. ഉമ്മ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ നെഞ്ച് തകർന്നു പോകും. അത്രയ്ക്കും സങ്കടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ആ ഉമ്മ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു വാടക വീട്ടിലാണ് താമസം. ലക്ഷം വീട് എന്നൊക്കെ പറയുന്ന ഒരു വീടിലായിരുന്നു താമസിച്ചിരുന്നത്. അതും കടം വന്നിട്ട് വിൽക്കേണ്ട ഒരവസ്ഥ വരികയാണ്. അതിനുശേഷം വാടക വീട്ടിൽ ദൈനംദിന ചിലവുകൾ പോലും കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ഈ ഉമ്മയെ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ പോയിട്ടൊന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അത്രയ്ക്കും സങ്കടപ്പാടിലാണ് ആ ഉമ്മ ഇപ്പോൾ. തീർച്ചയായും 2 കൈയും നീട്ടി മറ്റാളുടെ മുന്നിൽ പോയി യാചിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് ആ ഉമ്മ തന്നെ നമ്മോട് പറയുകയാണ്. വളരെ സങ്കടം നിറഞ്ഞ ഒരു വീഡിയോ ആണ്. നമുക്ക് ആവശ്യമൊക്കെ എന്താണ് നമ്മുടെ ജനങ്ങളോട് പറയാനുള്ളത്, നമുക്ക് തീർച്ചയായിട്ടും അതൊന്ന് കേൾക്കാം. വരാനില്ല, ജീവിതം തന്നെ എനിക്ക് മടുത്ത്. എൻ്റെ മോൻ്റെ കാര്യം ഓർത്തിട്ട് എൻ്റെ മോന് ചികിത്സക്കായിട്ട് എറണാകുളം ആശുപത്രിക്ക് വന്നത്. ഈ ട്രെയിനിൽ എന്തായതെന്ന് എനിക്കറിയുന്നില്ല. ആൾക്കാർ പറയുന്ന ട്രെയിനിൽ നിന്ന് തെറിച്ചതെന്നാ വീണതെന്നാ കൈ പിടുത്തടുത്തുനിന്ന് എളിയതെന്ന് എന്തെന്നറിയില്ല. ഞാൻ ഇതൊന്നും അറിയില്ല. വരുന്ന മൊത്തം അവനെ വരുന്ന കാണാതിരിക്കുമ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കമ്പളം എടുത്ത് കുഞ്ഞിനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോലീസുകാർ 4 ഭാഗത്തേക്കും മെസ്സേജ് കൊടുത്തു, എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും. അവസാനം വൈകിട്ട് എനിക്ക് വിളിക്കുന്നുണ്ട് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന്. പിന്നെ അർഷാദ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മോനാന്ന്. അതേന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്തെല്ലാം ആയി, എന്തായി ഞാൻ പോലീസ് സ്റ്റേഷനിൽ എന്തായാലും സാറേന്ന് ചോദിച്ചു. പിന്നെ ഇവിടുന്ന് ഒരു ബാഗ് കിട്ടി, ഒരു ഐലൻഡ്, ആ കാർഡും നമ്പറും ഉണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കുന്ന ട്രെയിനിൽ നിന്ന് തെറ്റിയിൽ വീണിട്ടുണ്ട്, ഇപ്പൊ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ഇത്ര മാത്രം പറഞ്ഞു. പറഞ്ഞിട്ട് ഞാൻ കൊടുത്ത ഇവിടെ കൊടുത്തില്ല പരാതി കൊടുത്തൊന്ന് വിളിച്ചു തന്നെ. വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ ആശുപത്രിക്ക് പോകണമെന്ന്, ഈ ആശുപത്രിക്ക് മെഡിക്കൽ കോളേജിലേക്ക്. എന്താണ് ഇവിടെ പറയുന്നത്? അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക്, എനിക്ക് ആരുമില്ല. ഉമ്മയ്ക്ക് മകനല്ലാതെ വേറെ ആരുമില്ല. ഉപ്പ ഇല്ല, ഉമ്മ ഇല്ല, ഭർത്താവില്ല, കൂടപ്പുറപ്പില്ല, മക്കളും ഇല്ല. ഇത് തന്നെ. വീടുണ്ടോ? ഇല്ല, വാടകയ്ക്ക് ഇരിക്കുന്ന. മാസം വാടക എണ്ണി കൊടുക്കണം. പിന്നെ എങ്ങനെ എണ്ണി കൊടുക്കും? ജീവിതം തന്നെ അലങ്കോലായിട്ടുണ്ടത്. ഒരു റോഡിന്റെ കരയിൽ ആരോ തട്ടുകട മണിച്ച് തന്നതില് ടർക്കി കൊണ്ടിട്ട് വെച്ചിട്ട് വിറ്റിട്ട് എന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതിനെ വിറ്റിട്ട് ഞാനും എന്റെ മോനും ആ സ്ഥിതിയിലാണ് എന്റെ ജീവിതം. വളരെ കഷ്ടം എന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെ. പൈസ ഒന്നും ഇല്ല. പൈസ ഏടുന്ന എനിക്ക് പൈസ ആര് കൊണ്ടുതരുന്ന? എല്ലാം സന്ധ്യാകുമ്പോ ഒരു കൊട്ട പാല് കൊണ്ടുതരാൻ എനിക്ക് ആരും ഇല്ല. അത്രയും വിഷമത്തിൽ എന്റെ ജീവിതം. ആൾക്കാരുടെ മുമ്പിൽ ഞാൻ കൈ കാട്ടിയിട്ടില്ല ഇന്ന് വരെ. പട്ടിണി കിടന്നാലും ഞാൻ കൈ യാചിച്ചിട്ടില്ല. നോമ്പിന് പോലും ഞാൻ അവിടെ അത് വിറ്റിട്ട് ജീവിച്ചു. എല്ലാവരും എന്നോട് ചോദിച്ചു നോമ്പിന് മതിയായിക്കൂടെ എന്ന്. ആരാന്റെ പതുക്കെ കൈ നീട്ടുന്നതിനെക്കാട്ടി ആവുമല്ലോ ഇത് എന്ന് പറയുമ്പോ പറഞ്ഞു സത്യം തന്നെ. അത്രയും കഷ്ടപ്പെട്ടിട്ടുള്ള ജീവിതം മറ്റുള്ളവർക്ക് അറിയിച്ചിട്ടില്ല. എന്റെ കഷ്ടപ്പാട് മറ്റുള്ളവർക്ക് അറിയിക്കാതെ തന്നെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്നുള്ളത്. അതാണ് എന്റെ അവസ്ഥ. എങ്ങോട്ടേക്ക് പോകുന്നു? അതും എത്തുമ്പടിയില്ല. ഇനി ഞാൻ എന്താക്കണം? കടലിൽ പോയിട്ട് മുങ്ങണോ, മുങ്ങിട്ട് ചാവണോ, എന്ത് എനിക്ക് അറിയുന്നില്ല. അറിഞ്ഞില്ല, ആ സ്ഥിതിയിലുണ്ട് എന്റെ മോനും. ഞാൻ എന്താക്കും? ജീവിക്കാനൊരു ഭയമില്ല. ജീവിക്കണ്ടേ, ജീവിതം ജീവിച്ചു തീർക്കണ്ടേ? ഒരു ഭയമില്ല ജീവിക്കാന്. എന്റെ കഥ ഇങ്ങനെ ആയിപ്പോയി.
1 ലക്ഷം വീടുണ്ടായിരുന്നു മുന്നേ. ഇതിപ്പോ ആധാരമൊന്നും ഇല്ലാത്ത 1 ലക്ഷം വീടുണ്ടായിരുന്നു. ഉമ്മാക്ക് സുഖമില്ലാത്ത സമയത്ത് ഉമ്മ 3 മാസം കിടപ്പിലായി. അപ്പോൾ നല്ല ലാഭത്തിന് പൈസ മേടിച്ചിട്ട് ഞാൻ ഉമ്മാനെ ചികിത്സിച്ച് പയ്യെന്ന് ലാഭത്തിന്റെ ആൾക്കാർ പിടിക്കുമ്പോൾ 1 ലക്ഷം വീട് വിൽക്കേണ്ടി വന്നു. എനിക്ക് വിറ്റിട്ട് കടം തീർത്തു, ചെറിയ പൈസക്ക് കൊടുത്തിട്ട് കടം തീർത്ത്. അതിന് ശേഷം ഞാൻ പാറുപാതൽ പെരിവൈ ഗതി, എനിക്ക് പെരിവൈ വിച്ചെടുക്കാൻ എനിക്ക് മനസ്സും വരുന്നില്ല. ആ സ്ഥിതിയിലുണ്ട് ഞാൻ. ഈ മോനെ ഈ സ്ഥിതിയിലായിരുന്നു. ഞാനും എൻ്റെ മോനെ എന്താക്കും, എവിടെ പോയിട്ട് മരിക്കും, എന്താക്കണം? ഒരു ജീവിത മാർഗം ഇല്ല എനിക്ക്. എനിക്കാണെങ്കിൽ സുഖമില്ല, ആത്തിനും കഴിയുന്നില്ല, എല്ല് തേമാനം, ഇങ്ങനെയുള്ള അസുഖങ്ങൾ. ആ ഉമ്മയുടെ വാക്കുകൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. അത്രയ്ക്കും സങ്കടത്തോട് ഉമ്മ പറയാണ്, ഞാനിനി എന്താണ് ചെയ്യേണ്ടത്, ഇനി കടലിൽ പോയി മുങ്ങി ചാവണോ എന്ന് നമ്മോട് ചോദിക്കുകയാണ്. കാരണം ദിവസം ഞാൻ പറഞ്ഞ പോലെ അന്നം പോലും കഴിക്കാൻ വകയില്ലാത്ത ഒരു ജീവിതമാർഗവുമായി മുന്നോട്ട് പോവുകയാണ്. ദിനം കഴിഞ്ഞു പോകുന്നത് പടച്ച തമ്പുരാൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് എന്നാണ് ഉമ്മ പറയുന്നത്. ഒരു റംസാൻ മാസം പോലും ഈ കച്ചവടം നിർത്തിക്കൂടെ എന്ന് പല ആൾക്കാർ ഉമ്മയോട് ചോദിച്ചു പോലും. കാരണം ദിവസങ്ങൾ തോർത്ത് വിറ്റ് കിട്ടുന്ന പൈസ നിസ്സാരമായ ഒരു പൈസയാണ്, അതിനൊക്കെ ലാഭം കിട്ടുക എന്ന് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഈ മകനും അതുപോലെ തന്നെ ഉമ്മയും കഴിഞ്ഞു പോകുന്നത്. ആ ഉമ്മയുടെ എല്ലാ പ്രതീക്ഷയും ഈ അർഷാദ് എന്ന് പറയുന്ന 24 വയസ്സുള്ള മകനിലായിരുന്നു. കാരണം ഭർത്താവ് ഇതിന് മുന്നേ ഉപേക്ഷിച്ച് പോയതാണ്. എന്നിട്ടും ആ ഉമ്മ ജീവിച്ചത് എല്ലാം ഈ അർഷാദ് എന്ന് പറയുന്ന ഈ മകന് വേണ്ടിയാണ്. ആ മകൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് വിവരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. കാരണം 2 കാലുകളില്ലാത്തൊരു മനുഷ്യന് എങ്ങനെയൊക്കെയാണ് ജീവിക്കാൻ വേണ്ടി സാധിക്കുക? ഉള്ള ആൾക്കാർക്ക് തന്നെ ഇപ്പോൾ ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കാലുകളും ഇല്ലാത്തൊരു മനുഷ്യൻ്റെ ജീവിതം എത്രമാത്രം ബുദ്ധിമുട്ടായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം ആ ഉമ്മയ്ക്ക് ആ മകനെ ഒന്ന് തോളിൽ താങ്ങിക്കൊണ്ടൊന്ന് ബാത്റൂമിലേക്ക് കൊണ്ടുപോകാൻ പോലുമുള്ള ആരോഗ്യവും ആ ഉമ്മയ്ക്ക് ഇന്നില്ല. കാരണം കാലിന് തേയ്മാനവും മുട്ടിന് വേദനയും എല്ലാം വന്നുകൊണ്ട് വളരെ സങ്കടത്തോടു കൂടിയാണ് ആ ഉമ്മ ഇവിടെ എത്തിയത്. ഏകദേശം ചൊവ്വാഴ്ചയാണ് ഈ അപകടം നടക്കുന്നത്. ചൊവ്വാഴ്ച രാത്രി അവിടെ നിന്ന് കാസർഗോഡ് നിന്ന് ബസ് കയറിയതാണ് ആ ഉമ്മ. അതിനുശേഷം ബുധനാഴ്ച രാവിലെയാണ് ഹോസ്പിറ്റലിൽ എത്തിയത്. അപ്പോഴാണ് ഈ ഒരു വിവരം ഉമ്മ അറിയുന്നത്. ആ ഉമ്മ വളരെ സങ്കടപ്പാടിലാണ്. ഏതായാലും പൂവന്തോട് ജുമാ മസ്ജിദിൽ ഈ മുറിക്കപ്പെട്ട 2 കാലുകളും ഇന്ന് ഉച്ചയ്ക്ക് തന്നെ കബറടക്കം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഏതായാലും കാസർഗോഡ് MLA മായിൻ ഹാജി തീർച്ചയായിട്ടും ഈ ഒരു കേസിൽ ഏതായാലും ഇടപെട്ടിട്ടുണ്ട്. ആ കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹകരണങ്ങളും ചെയ്യുകയും അതുപോലെ തന്നെ ആയിഷമ്മയുടെ കുടുംബത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമെന്നും അദ്ദേഹം ഏതായാലും പറയുന്ന ഒരു വാർത്ത കാണാൻ വേണ്ടി സാധിച്ചു. വളരെ സന്തോഷം. തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളൊന്ന് നിങ്ങൾ പറയുമ്പോഴാണ് സംഗതി അറിഞ്ഞുടനെ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തിരിക്കും. അത് എന്തായാലും അവരുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് ഉറപ്പാണ്. ഏതായാലും 24 വയസ്സുകാരനായ അർഷാദ് ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോയും കഴിയുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ബോധം വന്നിട്ടുണ്ട്. ആൾക്കാരെ തിരിച്ചറിയാനൊക്കെ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. പക്ഷേ ആ സമയത്താണ് അദ്ദേഹത്തിന് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ 2 കാലുകളും നഷ്ടപ്പെട്ട ഒരു വേദന അദ്ദേഹത്തിന് ഇപ്പോഴാണ് അറിയുന്നത്. ഇതിനു മുന്നേ അദ്ദേഹത്തിന് ബോധമില്ലാത്തൊരവസ്ഥ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ അടുത്തൊക്കെയുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെക്കൊണ്ട് കഴിവിൻ്റെ ഒരു പരമാവധി എന്തായാലും ആ ഉമ്മയെ ഒന്ന് സഹായിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് പോയി നോക്കുകയെങ്കിലും ആ ഉമ്മയെ ഒന്ന് സമാധാനിപ്പിക്കുകയെങ്കിലും ചെയ്ത് കൊടുക്കണം. കാരണം ഈ അപകടം എന്നൊക്കെ പറയുന്നത് മനുഷ്യർക്ക് ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും വരാവുന്നതാണ്. കാരണം 24 വയസ്സുള്ള ആൾ തീർച്ചയായിട്ടും ഇന്നത്തോടു കൂടി ഒരു അംഗവൈകല്യമുള്ള മനുഷ്യനായി മാറിയിരിക്കുകയാണ്. എല്ലാം പഠിച്ചവൻ്റെ ഒരു പരീക്ഷണമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പക്ഷേ നിസ്സാരമായ ഒരു ശ്രദ്ധക്കുറവാണ് അദ്ദേഹത്തിൻ്റെ. കാരണം അദ്ദേഹം എറണാകുളത്തേക്ക് യാത്ര പോകുന്ന വഴിയിൽ അദ്ദേഹത്തോട് ഉറങ്ങിപ്പോയി. ആ ഒരു വെപ്രാളം കൊണ്ട് പെട്ടെന്ന് ഇറങ്ങേണ്ട സ്റ്റേഷൻ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു പ്രയാസത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്. അത് വലിയ ഒരു അപകടമായി മാറുകയായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽപ്പെട്ട അപകടങ്ങളെ തൊട്ടൊക്കെ പഠിച്ച തമ്പുരാൻ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. ഏതായാലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഈ ഉമ്മയെ ഒന്ന് സഹായിക്കാൻ തീർച്ചയായിട്ടും മുന്നോട്ട് വരണം. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽപ്പെട്ട ഏതാനും ചില ആൾക്കാർ മാത്രമേ കാണുകയുള്ളൂ. അത്രയ്ക്കും സങ്കടപ്പെട്ട ഒരു കുടുംബമാണ്. ഇത്രയും 66 വയസ്സായിട്ട് പോലും ഈ ഫുട്പാത്തിലെല്ലാം തോർത്ത് കച്ചവടമെല്ലാം ചെയ്തിട്ട് ജീവിതം പോറ്റേണ്ട ഒരു അവസ്ഥ വരിക എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും എത്രമാത്രം സങ്കടകരമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് അധികാരികളുടെ അടുത്തേക്ക് നിങ്ങൾ എത്തിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും പണക്കാർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരു സംഖ്യ ആയാലും അതുപോലെ തന്നെ നിയമസഹായമായാലും എന്തായാലും ആ ഉമ്മയ്ക്ക് ചെയ്ത് കൊടുക്കണം. അത് തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു സൽക്കർമ്മമായി മാറുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.